കുടിക്കാൻ എനിക്ക് കിട്ടി. താങ്ക് യു. ആളെനിക്കതാ കുടിക്കാൻ വെള്ളമൊക്കെ തന്നു. ഇന്നലെ പോകുന്നതല്ല, ഇന്നലെ രാവിലെ ഞാൻ തുടങ്ങിയതാണ് ഈ ഒരു ഓട്ടം. ഇന്നലെ രാവിലെ 9 മണിക്ക്. നോ ഓക്കെ. എനിക്ക് സിഗരറ്റ് തരുന്നേ, അതെല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ എല്ലാവരും ഫുൾ ടൈം ഇങ്ങനെ സിഗരറ്റ് തരും. വാട്ട് ആർ യു ഡൂയിങ്? വാട്ട്? ഇപ്പോൾ ഒരുപാട് വിവാദമായ ഒരു വീഡിയോകളിലൊന്നാണിത്. കാരണം രേണുമയ്ക്കെതിരെ ഒരുപാട് ബ്ലോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇതിനെതിരെ പ്രതികരിച്ച് റിയാക്ഷൻ വീഡിയോ എന്ന് പ്രതികരിച്ച് ഇപ്പോൾ അവർക്കെതിരെ കേസൊക്കെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിക്കും ഇപ്പോൾ അവരുടെ ഒരു സംസ്കാരം തന്നെയാണ്. ഇപ്പോൾ സ്ത്രീകളെ എങ്ങനെ കാണുന്നു ഉള്ള ഒരു നോട്ടങ്ങൾ കൊണ്ടുള്ള ഒരു വിഷയമാണ് ഇവിടെ കണ്ടത്. കാരണം എപ്പോഴും പലർക്കും ഇത് ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു പല രീതികൾക്കും പലരും അത് വിമർശിച്ചുകൊണ്ടൊക്കെയുള്ള ഒരു രീതിയാണ്. ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒതുങ്ങി ജീവിക്കണം, അവരുടെ സ്വപ്നങ്ങൾ പാടില്ല എന്നുള്ള രീതിയിൽ ഈ പെൺകുട്ടിയെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ കാണാറുണ്ട്. അതിലിപ്പോൾ ഈ പ്രധാന വിമർശന രീതികൾ എങ്ങനെ വണ്ടിയിൽ കയറി, എന്തിന് ഇങ്ങനത്തെ ഉള്ള ആളുടെ വണ്ടി കയറി പോകണു. പല സമയത്തും ഞാനും അത് ചിന്തിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പരിചയമില്ലാത്ത ഇപ്പോൾ എല്ലാ പെൺകുട്ടികളും ഇപ്പം അയാളുടെ മനസ്സിൽ വിചാരിച്ച് ഈ ചില്ലടിച്ച് ഇങ്ങനെ പോകുന്ന വിചാരം ഈ പെൺകുട്ടി എപ്പോഴും ഒരു കണ്ണിലൂടെ കാണണം, ഒരു വിയോഗവസ്തു എന്നുള്ള രീതിയിൽ കണ്ണിലൂടെ കണ്ടതുകൊണ്ടാണ് ഇയാളങ്ങനെ കാണിക്കുന്നത്. കാരണം ഇപ്പോൾ എല്ലാവരും നമ്മൾ പരിചയമില്ലാത്ത ഒരു വണ്ടിയിലും കയറരുത്, ചെറുപ്പം തൊട്ടേ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ലിഫ്റ്റ് വെച്ച് പരിചയം തട്ടിക്കൊണ്ടുപോകാനുള്ളൊക്കെ സംഭവമൊക്കെ ഉള്ള, അപ്പോൾ പരിചയമില്ലാത്ത വണ്ടികളിൽ കയറരുത്, മിഠായി മേടിക്കുക എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഇപ്പോൾ പെൺകുട്ടി നാട്ടിലുണ്ട്, ഒരിക്കലും എൻ്റെ ഈ ഒരു കേസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുട്ടിയുടെ സപ്പോർട്ടൊക്കെ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾ എന്താണെന്നറിയില്ല, പല സമയത്തായ യാത്രകളിൽ വിദേശത്തൊക്കെ പോകുമ്പോൾ നമുക്ക് എങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പോലും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ അപരിചിതരായ ആൾക്കാരുടെ കാര്യം പറയണോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ അടുത്ത് സഹായം ലിഫ്റ്റൊക്കെ ചോദിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ട കാര്യം നല്ലതാണ്. കാരണം ഇപ്പോൾ അയാൾ കണ്ടാൽ നല്ലൊരു മാന്യം BMW ഒക്കെയാണ്. പക്ഷേ എല്ലാവരും ആ പുള്ളിയുടെ വിചാരം എന്ന് പറഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളും അതിനു വേണ്ടി മാത്രമുള്ളതാണ്, ആ രീതിയിലാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇനി പെൺകുട്ടി നാട്ടിലുണ്ട്, ഇനി യാത്ര പോവുകയാണെങ്കിൽ തന്നെയും ഒരു കെയർഫുള്ളായിട്ട് ഇരിക്കുക. കാരണം പരിചയം എപ്പോഴും ഒരു പോലീസ് അവിടുത്തെ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ ഒന്ന് മേടിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ എപ്പോഴും എല്ലായ്പ്പോഴും ഇവർ മുമ്പ് അനുഭവത്തിലും പറഞ്ഞിട്ടുണ്ട്, പെപ്പർ സ്പ്രേ ഒക്കെ അടിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ വെച്ചാണെന്നൊക്കെ. അപ്പോൾ എവിടെയാണെങ്കിൽ പോലും ഒന്ന് സേഫ്റ്റി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന യാത്രയാണെങ്കിൽ അതിൽ ഒരിക്കലും ഞാൻ തടസ്സം പറയില്ല. പെൺകുട്ടി അവരുടെ ഡ്രീംസ് തന്നെ അച്ചീവ് ചെയ്യണം. പക്ഷേ എന്നിരുന്നാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്.